നേടാൻ സാധ്യത ഉണ്ടായിരുന്ന സിജോയാണ്. ജാസ്മിൻ കപ്പ് നേടത്തില്ലെന്നോ? എന്നോട് മാത്രമല്ല, കേരളത്തിലുള്ള ആരോട് ചോദിച്ചാലും, ഷോ കാണുന്ന ആരോട് ചോദിച്ചാലും ഇതൊക്കെ തന്നെ പറയുന്നത്. ഇത് കുടുംബസമേതം എല്ലാവരും ഇരുന്ന് കാണുന്നില്ല. റോക്കിയൊക്കെ എന്താ കാണിച്ചത്? ആ ഒരു മോളെ പോലെയാണ് ഞാൻ, എൻ്റെ മൂത്ത മോളെ പോലെയാണ് ആ കൊച്ചിനെ, ജാസ്മിനെ. ഞാൻ പറഞ്ഞ് അപ്പം ഞാനും ഇങ്ങനെ അവർ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എനിക്കതൊരു വിഷമം, അവർ ജയിക്കണമെന്നാണ് എൻ്റെ കൂടുതൽ ആഗ്രഹം. ഈ സീസൺ അത്ര രസമായിട്ട് തോന്നുന്നില്ലേ? ഞാനിപ്പോ കാണാറില്ല. ഇന്നൊരു ബിഗ് ബോസ് കണ്ടിട്ടില്ല. കാണാൻ ഇഷ്ടമൊന്നും കാണാൻ ഇഷ്ടമല്ല. കുളിക്കാത്തവരെ എനിക്ക് ഇഷ്ടമാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണ്? ഫേവറേറ്റ് അങ്ങനെയൊന്നും ഇല്ല ഇപ്പം ഇതുവരെ. ആരായിരിക്കും ജയിക്കാൻ, ആരായിരിക്കും കപ്പ് നേടാൻ സാധ്യത? കപ്പ് നേടാൻ സാധ്യത ഉണ്ടായിരുന്ന സിജോയാണ്. സിജോ. അതിനുള്ള റീസൺ എന്താ? നൈസായിട്ട് കളിക്കായിരുന്നു. പിന്നെ ജാസ്മിനും ഗബ്രീനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? മോശം. മോശം എന്തുകൊണ്ടാ? അവരൊരു ക്രിഞ്ച് ലവ് സ്റ്റോറി, ലവ് ട്രാക്ക് പിടിച്ചു പോകുന്നു. വലിയ താല്പര്യമില്ലാത്തത്. ഓക്കെ. പിന്നെ ആരെങ്കിലും വൈൽഡ് കാർഡ് എൻട്രി വഴി ഇനി വരണം എന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, ആഗ്രഹമില്ല. നമ്മളെ യൂട്യൂബർ സീക്രട്ട് ഏജന്റ് പുള്ളിയുടെ പൊട്ടൻഷ്യൽ പുറത്തിറക്കിയാൽ നല്ല രസമായിരിക്കും കാണാൻ. പുള്ളിയുടെ അത്ര പ്രതീക്ഷിച്ചത്രയും കളിക്കുന്നില്ല. പുള്ളിയെ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബിഗ് ബോസിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? അർജുൻ. കാരണം എന്താ? നല്ല പ്ലെയറാ. ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതെന്തുകൊണ്ടാ? ഓവറാണ്. ഇനി ആരെങ്കിലും ആരാണ് കപ്പ് നേടാൻ ആഗ്രഹമല്ലേ? അർജുൻ തന്നെയാണ്. അർജുൻ ഇഷ്ടപ്പെടാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? അർജുനും ശ്രീധുവിനും കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ കേൾക്കുന്നുണ്ട്. അതിന്റെ അഭിപ്രായം എന്താ? കപ്പിളാവണം ആഗ്രഹമുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആണ്? ഒരു ഇപ്പൊ സ്നേഹിക്കുന്നവരെന്നും പറഞ്ഞിട്ട് അവർ ഒറ്റപ്പെടുത്തണേ. ഗബ്രി, ജാസ്മിൻ അവരെയാണോ ഇഷ്ടം? എന്താ അവരെ ഇഷ്ടപ്പെടാൻ കാരണം? അവരായിട്ട് ഭയങ്കരമായിട്ട് അവർ ഒറ്റപ്പെടുത്തുന്നുണ്ട്, മറ്റുള്ളവർ കളിയാക്കുന്നുണ്ട്. എനിക്കതൊരു വിഷമം തന്നെയാണ്. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടം. അവർ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെ, അവരുടെ പ്ലേ ഒക്കെ നല്ല ഇഷ്ടമാണ്. അവരിഷ്ടപ്പെടണോണ്ട് ഞാനൊരു തെറ്റും പറഞ്ഞ അവർക്കിടെ ഇഷ്ടമാണ്. അവർ സ്നേഹിക്കണത് അതിൽ ഞാനൊരു കുറ്റം പറഞ്ഞ അവർക്കിടെ ഇഷ്ടമാണ്. മറ്റുള്ളവർ അതിൽ കളിയാക്കണതിലൊന്നും എനിക്കതിലൊന്നും അവരോട് എനിക്ക് പുച്ഛമായിട്ടാണ് തോന്നണം. എല്ലാവരും അവർ ഒറ്റപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ ഇപ്പം ഇന്നത്തെ ഇത് തന്നെ എപ്പിസോഡ്, ഈ 2-3 ആഴ്ചക്ക് മുമ്പുള്ള എപ്പിസോഡ് തന്നെ ഞാൻ കണ്ടപ്പോൾ അവർ പറഞ്ഞത് കളിയാക്കണ വിധത്തിലാണ്. പീരീഡ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടും ഒരു ഇതൊക്കെ കാണിച്ചു. അതൊക്കെ ഭയങ്കര വിഷമമായിട്ട് തോന്നി. എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോൾ ആ ഒരു മോളെ പോലെയാണ് ഞാൻ, എൻ്റെ മൂത്ത മോളെ പോലെയാണ് ആ കൊച്ചിനെ, ജാസ്മിനെ. ഞാൻ പറഞ്ഞ് അപ്പം ഞാനും ഇങ്ങനെ അവർ ഇങ്ങനെ ഒറ്റപ്പെടുത്തണം. അപ്പോൾ എനിക്കതൊരു വിഷമം, അവർ ജയിക്കണമെന്നാണ് എൻ്റെ കൂടുതൽ ആഗ്രഹം. ഇഷ്ടമില്ലാത്തത് എന്താണ്? പൂജ. പൂജ, ജിൻജോയ്. അവർക്കാണ് കൂടുതൽ കളിയാക്കലുണ്ട്. ജിൻജോയാണ് കൂടുതൽ ഇവരായിട്ട് ടോർച്ചർ ചെയ്യണം. പിന്നെ ഒരാണിനെ പോലെ വേഷം കെട്ടിയിട്ട് ഒരു ജാൻമണി അവരെ എനിക്കിഷ്ടമാണ്. 3 പേര് മിക്കവാറും എപ്പിസോഡൊക്കെ കാണാറുണ്ട്. ബിഗ് ബോസിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആണ്? അർജുനെ ഇഷ്ടമാണ്. പിന്നെ മുടിയനുണ്ടല്ലോ, അവനെ ഇഷ്ടമാണ്. പിന്നെ ജിൻഡോ. ഈ പ്രാവശ്യം ആരായിരിക്കും കപ്പ് നേടാൻ സാധ്യതയുള്ളത്? നല്ലൊരു പ്ലെയർ. ഇപ്പം മറ്റേ വൈൽഡ് കാർഡ് എൻട്രി വഴി കയറി വന്നവർക്ക് കുറച്ച് ചാൻസ് ഉണ്ട്. അവർ നല്ലോണം കളിക്കുമെങ്കിൽ അവർക്ക് എന്തായാലും കപ്പടിക്കാൻ പറ്റുന്ന ഒരു
കണ്ടിരിക്കുമ്പോൾ ഒരു ഇതുണ്ട്. അല്ല പിന്നെ മുടിയനും അർജുനും ഒക്കെ നല്ല പ്ലേയേഴ്സാണ്. അവർക്ക് മെൻ്റലായിട്ടായാലും ഫിസിക്കലായിട്ടായാലും കളിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട്. അത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. അതിൽ ആരെങ്കിലും ഇഷ്ടമില്ലാത്തതുണ്ടോ ഗെയിമില് മൊത്തമായിട്ട് ബിഗ് ബോസില്? ജാസ്മിനെ ഗബ്രിയൊക്കെ തന്നെ ഇത്ര വലിച്ചു നീട്ടിയ വെറുതെ അങ്ങ് അലമ്പാക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഷോയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കണക്ക് വേറൊരു ഷോയിലും കണ്ടില്ല. അതിപ്പം എന്നോട് മാത്രമല്ല, കേരളത്തിലുള്ള ആരോട് ചോദിച്ചാലും ഷോ കാണുന്ന ആരോട് ചോദിച്ചാലും ഇതൊക്കെ തന്നെ പറയുന്നത്. അതെ, അവരുടെ ഒരു ലവ് ട്രാക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നുവെച്ചാൽ നമ്മളിപ്പം പ്രണയിക്കുന്ന നമുക്ക് ആ ഒരു ഫീലിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇത് കുറച്ച് ഓവറാണ് എല്ലാവർക്കും തോന്നുന്നത്. അല്ല, ജാസ്മിന് പുറത്ത് വേറെ കമ്മിറ്റഡ് ആണെന്നുള്ള അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലയോ. ഇപ്പോൾ ഒരാളെ വെച്ചുകൊണ്ട് 2 പേരെ നോക്കാം, 3 പേരെ നോക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലോ. അതിപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇതല്ലയോ എന്ന് വെച്ചാൽ അയാൾക്ക് 2 പേരുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടണോ നോക്കിയിട്ടില്ല. അതായത് ഇത്രയും നാളുണ്ടായാലും വളരെ മോശമായിട്ടുള്ള അഭിപ്രായം ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ്. കാരണം ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാത്ത സൈസുള്ള ഒരു എന്താ പറയുക, വളരെ താഴ്ന്ന റാങ്കിങ്ങുള്ളൊരു ഏറ്റവും വൃത്തികെട്ട വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കുക, വളരെ റാഷായിട്ട് പെരുമാറുക. അതൊക്കെ ഇത് കുടുംബസമേതം എല്ലാവരും ഇരുന്ന് കാണുന്നില്ല. റോക്കിയൊക്കെ എന്താ കാണിച്ചത്? അവരുടെ എത്തിക്സൊക്കെ കളഞ്ഞിട്ടല്ലേ കാണിച്ചത്. ഇതൊക്കെ ഇവരിൻ്റെ ബൈലോ ഒക്കെ പഠിപ്പിച്ചിട്ടാണ് ഇവർ അങ്ങോട്ട് വിടുന്നത് ഇല്ലേ? പിന്നെ ഇതൊക്കെ കാണാൻ നേരത്ത് നമ്മൾ വിചാരിക്കണത് എന്താ, ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടി, ആളെ പറ്റിക്കാൻ ഇല്ലെങ്കിൽ റാങ്കിങ് കൂട്ടാനായിട്ട്. കൊല്ലം തന്നെ കാരണം നല്ല റാങ്കിങ് ഉണ്ട്. അത് ഒരു വക അഭ്യാസം, ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളത്. ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണ് അതിൻ്റെ അകത്ത് ഇപ്പൊ ഈ സീസണിൽ ആരെ പറയുക, മറ്റേ ഷോർട്സ് ഒക്കെ കൊടുത്ത് നടക്കുന്ന ഒരു കുട്ടിയില്ല, അത് നല്ല സ്ട്രോങ് ആണ്. ആരെങ്കിലും ഇഷ്ടമല്ലാത്തതുണ്ടോ? ഇഷ്ടമല്ലാത്തത് ഇപ്പൊ പുതിയത് വന്നേക്കണമെങ്കിൽ മറ്റേ തൃശ്ശൂർക്കാരത്തി നന്ദന ഇഷ്ടമല്ല. അത് വളരെ അതിൻ്റെ സ്ലാങ് തന്നെ, ഒരു സ്ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഷ പ്രയോഗിക്കുന്ന സ്റ്റൈലൊക്കെ വളരെ മോശമാണ്. അതിന് മുമ്പുണ്ടായിരുന്നത് മറ്റേ ജാസ്മിനായിരുന്നു കുറേ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരെ അങ്ങോട്ട് ഇടിച്ച് താഴ്ത്തുന്ന രീതിയിൽ ആണ് അതിൻ്റെ പെർഫോമൻസൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം അവളെ ഒന്നും അല്ലാണ്ടാക്കിക്കൊണ്ടാണ് ഈ തൃശ്ശൂർക്കാരത്തി ആ നന്ദന കയറിയത്. അതൊക്കെയുള്ളത് നമുക്ക് പറയാനായിട്ട്. മറ്റേ അപ്സരയൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള കളിയാണ്. അതൊക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെ കുട്ടിയൊക്കെ കളിക്കുന്നുണ്ട്. ഈ ജാസ്മിൻ്റെ ഗബ്രിയൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. നല്ല മറ്റുള്ളവർക്ക് കൂടുതൽ ഇവനെ ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് കയറണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റാണ്. നമുക്ക് മറ്റുള്ള കുടുംബസമേതം കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് അത് നമുക്ക് പറ്റാത്ത ഭാഷകളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഇപ്പം നിലവിൽ കളിക്കുന്നതിൽ ഗബ്രി അല്ലെങ്കിൽ അർജുൻ മുന്നോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിഗ് ബോസ് കാണാറുണ്ടോ? റീൽസ് കാണാറുണ്ട്. ബിഗ് ബോസിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആണ്? ജാസ്മിൻ ഫേവറേറ്റ്. അതെന്തുകൊണ്ടാ? ജാസ്മിനെ യൂട്യൂബിലോട്ട് കാണാറുണ്ട്, യൂട്യൂബ് വീഡിയോ കാണാറൊക്കെ. അതുകൊണ്ട് ഇഷ്ടമാണ്. ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇഷ്ടമല്ലാത്ത ആരുമില്ല, അങ്ങനെ ആരുമില്ല. ആര് കപ്പ് നേടണമെന്ന് ആഗ്രഹം? ജാസ്മിനാണോ? അങ്ങനെ വെച്ചാൽ എല്ലാവരും ഒരേപോലെ ഉള്ളതല്ലേ? അല്ല, എല്ലാവർക്കും കപ്പ് നേടാൻ പറ്റില്ലല്ലോ. ആർക്കെങ്കിലും ഒരാൾക്ക് കപ്പ് നേടണമെന്ന് ആഗ്രഹമുള്ളത് ജാസ്മിൻ തന്നെ. ഓക്കെ, ജാസ്മിനെതിരെ കുറേ നെഗറ്റീവ്സ് ഒക്കെ സോഷ്യൽ മീഡിയസിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ റീൽസ് കാണുന്ന ആൾക്ക് എങ്ങനെയാണ് ഇപ്പൊ ജാസ്മിന് ഇഷ്ടമുള്ള കാരണം? റീൽസ് അല്ല, യൂട്യൂബ് വീഡിയോ കാണാറുണ്ടോ? അതെ, കാണാറുണ്ട്. അതുകൊണ്ട് അവരുടെ പ്ലേ ഒക്കെ നല്ല ഇഷ്ടമാണ്. അവര് ആണ്. ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അർജുനാണോ ഈ പ്രാവശ്യം കപ്പ് നേടാൻ സാധ്യത? ചാൻസ് ഉണ്ട്. ജിൻഡോയിലൊരു ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. ജിൻഡോ ജയിക്കുന്നു. അതെ, അത് കാരണം എന്താ? അവര് ഭയങ്കര പ്ലേയേഴ്സ് ആണോ? പുള്ളി നന്നായിട്ട് അവിടെ നിന്ന് ഗെയിം മനസ്സിലാക്കി കളിക്കണം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ഉണ്ടോ? അങ്ങനെ ഇഷ്ടമില്ലാത്തതല്ല, പക്ഷെ ഡിപ്പെൻഡ് ചെയ്ത് ജാസ്മിനും ഗബ്രിയും കളിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ആയിട്ടൊന്നല്ല. അപ്പൊ ഒരു ഡിപ്പെൻഡ്. അവരുടെ അപ്രോച്ച് എങ്ങനെയാണ്? ഇഷ്ടമാണോ?
പിന്നെ ഈ ആൾക്കാർ വന്നിരുന്നല്ലോ, സീക്രട്ട് ഏജന്റ്, വന്ദന, അവരെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായം? എനിക്ക് വന്ദന ഇത്തിരി ബോൾഡാണ്, പക്ഷെ എന്നാലും സംസാരിക്കും. എന്താ പറയാ, അർജുനും ശ്രീതു എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അവര് കപ്പിൾസ് ആയ ഇഷ്ടമാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. ബിഗ് ബോസിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? എനിക്ക് റോക്കി. റോക്കി. കാരണം എന്താ? റോക്കി ഔട്ടായില്ലേ? റോക്കി ഔട്ടായതുകൊണ്ട് ഞാനിപ്പോ കാണാറില്ല. അതുകൊണ്ട് കാണാറില്ല, റോക്കി ഔട്ട് ആയതുകൊണ്ട്. ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ജാസ്മിൻ. എന്തുകൊണ്ടാ? റീസൺ ഒന്നുമില്ല, പക്ഷെ ഇഷ്ടമല്ല. അങ്ങനെ തന്നെ. ഗബ്രിയെ ഇഷ്ടമാണോ? അപ്പൊ രണ്ടിനും ഇഷ്ടമല്ല. ഇഷ്ടമല്ല. അപ്പൊ റോക്കി ആരോ ഇടിച്ചിട്ടല്ലേ ഇപ്പൊ ഔട്ടായത്? എന്നിട്ടും റോക്കിയുടെ ഭാഗത്തിനാണ് ആണ്. അതിനുള്ള കാരണം എന്തെങ്കിലും? റോക്കിയുടെ ഫാനാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? ഇടയ്ക്കൊക്കെ, അല്ല കുറച്ച് റീൽസ് ഒക്കെ കാണും, അല്ലാണ്ട് വല്ലാണ്ട് കാണാറില്ല. ബിഗ് ബോസിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? ഫേവറേറ്റ് അതിനായിട്ട് ആരും തോന്നിയിട്ടില്ലേ, ഒക്കെ ഈ പറഞ്ഞ പോലെ എന്താ ഇപ്പൊ അത്ര രസമായിട്ട് തോന്നുന്നില്ലേ ബിഗ് ബോസ്. ഈ സീസൺ അത്ര രസമായിട്ട് തോന്നുന്നില്ല. അതിനുള്ള കാരണം എന്താ? കുറെ അടിപിടികളൊക്കെയാണ് നമ്മൾ റീൽസിലൊക്കെ കാണാം, അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളല്ല, പക്ഷെ റീൽസിലൊക്കെ നമുക്ക് കാണാം എപ്പോഴും അടി. പിന്നെ മെയിനായിട്ട് ജാസ്മിൻ എന്ന വ്യക്തിനെ കുറെ പേര് വെറുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിപാടിയിലാണ്. പിന്നെ ഗബ്രി, അങ്ങനത്തെ കുറച്ച് ടീംസൊക്കെ ഉണ്ട്. നല്ല തല്ലൂട്ടാണ് ഇപ്പം അതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് കാണിക്കുന്നത്. ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ഉണ്ട്? മെയിനായിട്ട് ജാസ്മിനെ ഒരു വലിയ താല്പര്യമില്ല. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസിലെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? സിബിന. കാരണം എന്താ? നന്നായിട്ട് കളിക്കും. നല്ല സ്ട്രാറ്റജിയാണ്. പിന്നെ ആൾക്കാർക്ക് ഫേവറേഴ്സും കാട്ടുന്നില്ല. പിന്നെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ജാസ്മിനും ഗബ്രിയെയും. അതെന്തുകൊണ്ടാ? അവർ രണ്ടുപേരും എപ്പോഴും ടുഗദർനെസ് കാട്ടും, എപ്പോഴും ടീമായിട്ട് കാട്ടും. പിന്നെ അവർക്ക് നന്നായിട്ട് കളിക്കാൻ അറിയില്ല, അവർ വീക്ക് ആയതുകൊണ്ട് നന്നായിട്ട് കളിക്കാൻ അറിയില്ല. ആര് കപ്പ് നേടണമെന്നാണ് ആഗ്രഹം? ജിൻഡോ ജയിക്കണം എന്നാണ് ആഗ്രഹം. അതെന്താ? സിബിൻ ഫേവറേറ്റ് ആയിട്ട് എന്താ? നല്ല പ്ലെയർ. എനിക്ക് ഫേവറേറ്റ് സിബിനാണ്, പക്ഷേ ഫാൻ പൾസ് നോക്കുമ്പോൾ ജിൻഡോയാണ്. സൗണ്ടിന് എന്ത് പറ്റിയ? കപക്കെട്ടായിട്ട്. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ ഇപ്പോഴോ? ഈ സീസണിൽ അർജുൻ, ശ്രീതു. കാരണം രണ്ടുപേരും ജെന്യുവിൻ ആണെന്ന് തോന്നിയിട്ടുണ്ട് കളിക്കുന്ന ഗെയിം. നല്ല ഗെയിം പ്ലേയേഴ്സ് ആണ്. ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഗബ്രി. കാരണം എന്താ? ഗബ്രി എന്തുവാ, അവിടെ നിൽക്കും ഇവിടെ നിൽക്കും അങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ജാസ്മിനുമായിട്ടുള്ള ഒരു റൂമറൊക്കെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതുകൊണ്ട് ആര് കപ്പ് നേടണമെന്ന് ആഗ്രഹം? അർജുൻ. നല്ല പ്ലെയർ ആയതുകൊണ്ട് കപ്പ് നേടണം. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇന്നൊരു ബിഗ് ബോസ് കണ്ടിട്ടില്ല. കാണാൻ ഇഷ്ടമൊന്നും കാണാൻ ഇഷ്ടമല്ല. അല്ല, പരിപാടി ഇഷ്ടമല്ല. കാണത്തില്ല. അപ്പൊ ഈ റീൽസ് ഒക്കെ കണ്ട് പരിചയം വെച്ചിട്ട് ആരെങ്കിലും ഇഷ്ടമുണ്ടോ ഇതില്? ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന്, അല്ലെങ്കിൽ ആരെങ്കിലും ഹെയ്റ്റ് ചെയ്യുന്നുണ്ടോ? ഹെയ്റ്റ് ചെയ്യാനോ അങ്ങനെ ഇഷ്ടപ്പെടാനായിട്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരും അറിയത്തില്ലല്ലോ. പിന്നെ അറിയാനായിട്ട് പിന്നെ ജിൻഡോയെ പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? പിന്നെ ജാസ്മിന് കുറെ ഹെയ്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ അറിയാന്നല്ലാതെ കാര്യമായിട്ട് നമുക്കൊന്നും അറിയത്തില്ല. ആരെങ്കിലും കപ്പ് നേടാൻ സാധ്യത? ജാസ്മിൻ കപ്പ് നേടത്തില്ലെന്ന് നേടത്തില്ല. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറില്ല. എന്താ കാണാത്തെ? അല്ല, അപ്പൊ സോഷ്യൽ മീഡിയ ഇൻസ്റ്റ ഒക്കെ യൂസ് ചെയ്യുന്നല്ലേ, അപ്പൊ നമുക്ക് റീൽസ് ഒക്കെ ഏകദേശം അറിയാലോ. അപ്പൊ അത് വെച്ചിട്ടെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കണ്ടസ്റ്റന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഇഷ്ടപ്പെടാത്ത കണ്ടസ്റ്റന്റോ? ഗബ്രീനെ ഇഷ്ടമാണോ? ഓക്കെ. ഇഷ്ടമല്ലാത്തത് ഗബ്രീനെ. പിന്നെ ജാസ്മിൻ ഇഷ്ടമല്ലാത്ത റീസൺ എന്താ? കുളിക്കാത്തതോ? കുളിക്കാത്തവരെ എനിക്ക് ഇഷ്ടമേറും. അപ്പൊ ഇനി ആരാ കപ്പ് നേടണം ആഗ്രഹം?
നമ്മളുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ മലപ്പുറത്തുകാരെ. വേറെ ആൾക്കാരൊക്കെ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്ര ഇരുട്ടിയ സ്ഥിതിക്ക് നമ്മളിപ്പോ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ മലപ്പുറത്തുകാരെ.